നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേക്ക് മാസ്റ്റർ ടീം വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലത്തിനടുത്ത്, തിരുവല്ല അറിയില്ല, പേരുകേട്ട സ്ഥലം, പരശുരാമ ക്ഷേത്രത്തിനടുത്താണ് വണ്ടിത്തരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ചാക്കെന്തോ അടുക്കി വെച്ചിരുന്നു. ചാക്കിനകത്ത് എന്തോ ഒരു അതിഥി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിരുന്നു. അവരത് എടുത്ത് മാറ്റിയപ്പോൾ ചാക്കിനകത്തേക്ക് ഇറങ്ങിയെന്ന്. ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിനോടനുബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊരു കാര്യം പറയാനുള്ളത്, ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാനൊരിക്കലും പാമ്പ് സംരക്ഷണ മേലിൽ നിന്ന് പിന്മാറിയിട്ടില്ല. തട്ടുകട തുടങ്ങിയത് ഒരു സൈഡ് പരിപാടി മാത്രമാണ്. അത് എല്ലാവരും ഇപ്പോൾ പലരും പാമ്പിനെ പിടിക്കാൻ വിളിച്ച് പറഞ്ഞ് സുരേഷ് ആരെങ്കിലും അയക്കുമോ ചെയ്യും. അയക്കാനല്ല, ഞാൻ തട്ടുകടയിൽ ഫുൾ ടൈം ഇല്ല. തുടങ്ങിയ സമയത്ത് 5 ദിവസം നിന്നെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫുൾ ടൈം അതിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. പാമ്പിൻ്റെ മേലെ തന്നെ ഞാനുണ്ട്, ഫുൾ ടൈം ഉണ്ട്. ചിലപ്പോൾ ചില സമയത്ത് മാത്രമേ അവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സമയം കളയാനില്ല. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്ത് അവർ പുറകിൽ നിൽക്കുകയാണ്. കാരണം വേറെ ആരുമില്ല. വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആൾക്കാരെന്ന് വിളിച്ചൊരു ജംഗ്ഷനാണ്. ഒരിക്കൽ ഞാനിവിടെ ഒരു അതിഥിയെ പിടിക്കാൻ വന്ന്, ജംഗ്ഷനിൽ പിടിക്കാൻ വന്ന് ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് കടയുടെ തൂണ്, പണ്ടൊരിക്കൽ മൊട്ടമൊട്ടി സംഭവിച്ചില്ല, കടയുടെ തൂണ് എൻ്റെ മതിൽ കയറി ചാരി ഒന്ന് മറിഞ്ഞ് വീണ് നോക്കിക്കൊണ്ട് ആളുടെ ദേഹത്തൂടെ കൊണ്ട് ഭയങ്കര അപകടങ്ങളുണ്ടായ സ്ഥലമാണ് ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോടും പറയേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. അവർ പിന്നിലാണ്, അടുക്കളയുടെ സ്ഥലമാണ്. പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് നോക്കാം. നമസ്കാരം. എല്ലാവരും 4 ടീം കവർ ചെയ്യിക്കുകയാണല്ലോ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എന്താ പേര്? എന്ത് ചെയ്യുന്നു? അതാണ് ഞങ്ങൾ വന്ന് അവിടെ നിന്ന് കയറി വന്നപ്പോഴേ ഞാൻ ആലോചിക്കുന്നു, നിങ്ങൾ എവിടെയാണ് ഓടണം? അപ്പോൾ സിറ്റിയിൽ മെഡിക്കൽ ഭാഗത്ത് ഓടാറുണ്ടല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലേ? ആ താഴത്തെ പാമ്പ് പിടിക്കാൻ അന്നും ഉണ്ടായിരുന്നു അല്ലേ? അത് എത്ര വർഷം? 2 വർഷം ആയിക്കോണോ? 2 അത്രയാവും അല്ലേ? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഈ ചാക്കിനോട്ടോ? അയ്യോ, വേറെ പോയിട്ടില്ല ആ സമയത്ത്? അച്ഛൻ നിങ്ങളെല്ലാം ഇവിടെയുണ്ട്? ഓക്കെ. ഇന്നപ്പോൾ ഓട്ടോ എടുത്തില്ലേ? ഓ, ആരായിരുന്നു? 16 ദിവസം ആകുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഇതും കൂടെ വന്നത് അല്ലേ? ഇതൊക്കെ പറമ്പ് കാടേറി കിടക്കയില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരാനുള്ള വഴികൾ ധാരാളം കാണും. എല്ലാം പറമ്പാണ് അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ അങ്ങോട്ട് നീക്കിയാലോ? എന്തായാലും നമുക്ക് ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ചൂട് കൂടുമ്പോഴാണ് സാധാരണ എല്ലാ പാമ്പ് വർഗ്ഗങ്ങളും വെളിയിലോട്ട് വരണം. അപ്പോൾ ഞാൻ എപ്പോഴും ഇന്നലെ ഒരു വീട്ടിൽ പാമ്പത്തിയെ പിടിക്കാൻ പോയ സമയത്ത് മിനിങ്ങാന്ന് അവർ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വീടിൻ്റെ വെളിയിൽ. ഒരു മലമേഖല, കിളിമാനൂർ അപ്പുറത്താണ്, കിളിമാനൂർ കഴിഞ്ഞിട്ട് പോകണം, പോങ്ങനാട് അടുത്ത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടുത്താണ്, ഈ പാത്രത്തിലാണ് 2 ദിവസം കൊണ്ട് പാമ്പിനെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളിങ്ങനെ വെള്ളം വെച്ചാൽ എന്തായാലും പാമ്പ് വരാതിരിക്കത്തില്ല. വെള്ളം കുടിക്കാൻ വേണ്ട, അവർക്ക് ചൂട് സമയത്ത് വെള്ളം അനിവാര്യമാണ്, ആവശ്യമാണെന്ന് പറഞ്ഞ് എല്ലാ സ്ഥിരം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ചാൽ അവർ ആരാ പറഞ്ഞിടുന്നു, അവർക്കെന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് അവരെ തേടി വരുന്നതാണെന്ന് പറഞ്ഞു. അല്ല, നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാം, നമ്മുടെ ഒരുപാട് പാമ്പൊടി കിട്ടുന്ന വ്യക്തിത്വങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ പറയുന്നത് ഇവിടെ ചാക്കിൻ്റെ പുറത്ത് കുറച്ച് ഇവിടെ വിറവന്തൊക്കെ വെച്ചിരുന്നു, കൊതമ്പ് ചൂട്ടൊക്കെ വെച്ചത് അതിൻ്റെ പുറത്താണ് കണ്ടത്. അത് കഴിഞ്ഞത് താപ്പോട്ട് ഇറങ്ങിയതാണ്. ചാക്കിൻ്റെ പുറത്തേക്കാണോ ഇറങ്ങിയത്? ചാക്കിൻ്റെ പുറത്തില്ല, അവിടെ ഹോളില്ല, പിന്നെ ചാക്കിനകത്തായിരിക്കാം. അപ്പോൾ ഇനി കറക്റ്റായിട്ട് മൂർഖനാണെന്നവർ പറയുന്നുണ്ട്. പക്ഷേ മൂർഖനാണോ ചേരയാണോ അറിയില്ല. ഒന്നിൽ കൂടുതൽ കണ്ടായിട്ട് തോന്നി അല്ലേ? അടിപൊളി. ഇതാ ഇതല്ലായിരുന്നോ? അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇതല്ല, കുറച്ചൊരു വലിപ്പം ഉണ്ടെന്ന് പറയും. ഇത് പക്ഷേ ചെറുതാണ്. ഇനി ഇതിനെ പിടിക്കാൻ വേണ്ടി മറ്റേ ആൾ വന്നോന്നറിയില്ല. പക്ഷേ അതിനകത്ത് ഒരാളെ കാണുന്നത്. പക്ഷേ അതിനകത്ത് തന്നെ ഉണ്ട് അദ്ദേഹം. ഞാൻ നല്ല വലിപ്പം ഉണ്ടായിരുന്നോ? ഇതാണെന്ന് തോന്നുന്നു. അടിപൊളി. ഇത് തന്നെ കണ്ടത്? ഇതിനാണ് ആദ്യം കണ്ടത്. ഇതാ മുറിഞ്ഞ നമ്മുടെ ചക്കടോ. എവിടെ പോകണം ചക്കരേ?
ഇതാ പോണേ. പക്ഷേ ഇത് തന്നെയാണ്, ഇതിനൊക്കെ വലുതല്ലല്ലോ, ഇത് തന്നെയാണ് അല്ലേ? ഞാൻ ഈ എല്ലായിടത്തും പറയുന്നത് ഈ കുഞ്ഞു വിരിയുന്ന സമയത്ത് ഇപ്പോഴല്ല, കുറച്ച് ദിവസം ഒരു 10 ദിവസം കൊണ്ട് കഴിയുമ്പോൾ ചിരട്ട, നമ്മുടെ ഇഷ്ടിക, അതുപോലെ ഓട്, അതുപോലെ വിറക്, ഈ സാധനങ്ങളൊന്നും ഒരു കാരണവശാലും തറയിൽ കൂട്ടി. ഇപ്പോൾ ചാക്കിൽ വെച്ച സേഫാണ്, പക്ഷേ ഇതിപ്പോൾ വിറകൊക്കെ വെച്ചുകൊണ്ടാണ്, താഴെ നിന്ന് സാധനം ഇരുന്നുകൊണ്ടാണ് ഇതിനകത്തിറങ്ങിയത്. അപ്പോൾ ഒന്നുകിൽ ഇതിനെ പിടിക്കാൻ വന്നതായിരിക്കാം. എന്നുവെച്ചാൽ ഇത് ചെറുതാണ്, ഇത് വലുതാണ്, ഇതിൻ്റെ ഫുഡാണത്. അറിയാമല്ലോ, പരസ്പര പൂരകങ്ങളാണ് നമ്മുടെ പാമ്പുകൾ. നമുക്കറിയാം, ചേരയെ തിന്നുന്നു, മൂർഖനെ തിന്നുന്നു, പരസ്പരം എല്ലാം തിന്നുന്നതായിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കാരണം അണലിയെ തിന്നുന്നൊരു വീഡിയോ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ കണ്ണു മുമ്പിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാം, ശംഖുവരൻ അണലിയെ പിടിക്കുന്ന ഉൾപ്പെടെ എല്ലാ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വയറ്റിൽ എന്തോ ഒരു ചെറിയ ഒരു സാധനമുണ്ട്. അതിന് എനിക്കൊന്ന് ചിരട്ടയിടയിലൊക്കെ ചിലപ്പോൾ ഈ ചുരുട്ട എന്നുള്ള പാമ്പിരിക്കുക, അതിനെ പിടിക്കാൻ വന്നാണെന്ന് അറിയില്ല. ഇതാണ്ടോ, ഇതെവിടെയുണ്ട്, അത് എങ്ങനെ മാറി പോകുന്നതാണ് നമ്മൾ അറിയാതെ അമ്മമാരെയൊന്ന് ചിരട്ട എടുക്കുന്നുണ്ട്. ഇതാണ്ട അമ്മ വരും ചിരട്ട കൈയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കടി കിട്ടും. പാമ്പിടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്, മരണവും കൂടിയിട്ടുണ്ട്. ഒരാൾ ഇന്നലെ ഏതോ ഒരു പത്രവാർത്തയിൽ കൊടുത്ത ഒരു പ്രമാദമായ പത്രത്തിലൊരു വാർത്ത കിടക്കുന്നു, അതിൻ്റെ വിവരാവകാശം പോലും ഇല്ലാത്തൊരു വാർത്ത. എന്താണെന്ന് അറിയാമോ? ഇതാ വരുന്നു. പാമ്പടിയുടെ എണ്ണം കുറഞ്ഞു, മരണം കുറഞ്ഞു. ഈ വർഷത്തിൽ 18 മരണമേ ഉള്ളൂ. 18, അതായത് 2 മാസം കൊണ്ട് 18 മരണമേ ഉള്ളൂ. ഇനി ബാക്കി 9 മാസം കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കൊന്നുമില്ല. ഇതാണ്ട ഈ ചേട്ടയ്ക്കകത്തൊക്കെ ഇങ്ങനെ ചേട്ടയ്ക്കകത്തിരുന്ന് അറിയത്തില്ല. നമ്മളിന്ന് പെട്ടെന്ന് ചേട്ട ഇങ്ങനെ വാരിയെടുക്കും, കടി കിട്ടും. അതാണ് സംഭവിക്കുന്നത്. ചേട്ടയ്ക്കകത്ത് വേണ്ട ഇങ്ങനെ ഇരിക്കുന്നു ചിരട്ട, നമ്മളറിയത്തില്ല. ഇതിനകത്ത് കയറിയിരിക്കും, നമ്മളറിയാതെ ചേട്ട ഇങ്ങനെ വാരിയെടുക്കും, കടി കിട്ടും. അങ്ങനെയാണ് നമുക്ക് കൂടുതലും അപകടം ഉണ്ടാവണം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ വിറകൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും കൈ കൊണ്ട് പോയി എടുക്കരുത്. ഇതെല്ലാം അപകടം വിലയ്ക്ക് വാങ്ങലാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ചുമ്മാ അങ്ങ് പോവാം. പക്ഷേ പാമ്പടിയുടെ എണ്ണം കൂടുന്നു, മരണം കൂടുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഈ സാഹചര്യങ്ങളിലൊക്കെ ഇവരുണ്ടാവാം. അപ്പോൾ നമുക്ക് കടി കിട്ടാം. അപ്പോൾ ചെറിയ മൂർഖനാണെന്ന് വിചാരിക്കും, ഇത് ചെറുതല്ല. നമ്മുടെ ജീവനെ അപഹരിക്കാൻ പറ്റുന്ന ഔഷധമുള്ള ആളാണ് ഇദ്ദേഹം. കടികളുടെ എണ്ണം ധാരാളം കൂടുന്നു, ഇഷ്ടംപോലെ കടി ഡെയിലി. ഇന്നലെയും എനിക്ക് തോന്നുന്നു 8, 9, 10 കടികളുടെ ഫോട്ടോസ് എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇവിടെയൊക്കെ ഇരിക്കാം. സാഹചര്യം ഇങ്ങനെയൊക്കെ ഉള്ളതാവുന്നതാണ്. അവിടെ സാഹചര്യം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അത് തിരുവല്ലയിലുള്ള അമ്മ വിറവെടുത്ത സമയത്ത് അമ്മയ്ക്ക് കടി കിട്ടിയതും അമ്മ മരണത്തിലേക്ക് പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് എല്ലാ വാർത്തകളും കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി ഇങ്ങനെ ചുമ്മാ നടന്നു പോകുന്ന ചേച്ചിക്ക് ചുമ്മാ പാമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനെ കിട്ടി, മറ്റേ ആൾ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരൊരു പാമ്പ് സംരക്ഷകന് കടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഏകദേശം 5 വർഷം കൊണ്ട് പാമ്പ് പിടുത്തക്കാർക്ക് മാത്രം കടി കിട്ടിയത് 119 120 ആണ്. ഒരാവശ്യം ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. 119 120 പേർ കടിയിട്ട്. അത് നമ്മുടെ ഈ എലിയെ പിടിക്കാൻ വയ്ക്കുന്ന പശയുണ്ടല്ലോ, പശയിൽ ഒട്ടിയിരുന്ന പാമ്പിനെ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേ അദ്ദേഹം ഇതായിരിക്കുന്നു. മറ്റേ ഇവർ ആദ്യം കണ്ട വലിയ അതിഥി ഇതായിരിക്കുന്നു.
കണ്ട അദ്ദേഹത്തിൻ്റെ വയറ്റിൽ തവളയായിരിക്കും. ഫുഡ് കണ്ടിട്ട് തവള എന്നാണ് തോന്നുന്നത്. അടിപൊളി. അദ്ദേഹം തീരെ കുഞ്ഞല്ല, ഇദ്ദേഹത്തിന് മിക്കവാറും അദ്ദേഹം ഫുഡ് ആക്കിയേനെ. രണ്ടുപേരും രണ്ട് കളർ, ഇതൊരു കളറ് ഇതൊരു കളർ. അതിൽ വേറെ എടുത്തേണ്ട ഒരേ പ്രായക്കാരാണ്. ഒരേ പ്രായക്കാരാണെങ്കിലും അറിയില്ല, നമ്മൾ മനുഷ്യന്മാരൊക്കെ ഒരു അമ്മയുടെ മക്കളാണെങ്കിലും ചിലപ്പോൾ ഒരു ഇരട്ട കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ രണ്ട് സൈസായിരിക്കും. ഞാൻ മിനിങ്ങാന്ന് ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയ സമയത്ത് രണ്ടുപേരെ പരിചയപ്പെട്ടു, കുട്ടികളെ പരിചയപ്പെട്ടു. രണ്ടുപേരും ഇരട്ടകളാണ്, പക്ഷെ പരിചയപ്പെട്ടപ്പോഴാണ് ഒരാളുടെ സൈസ് ഭയങ്കര സൈസ്, അപാരമായ സൈസ്, നല്ല വണ്ണം. മറ്റേ മോന് ഒരു ചെറിയ കുഞ്ഞു മോൻ. അടിപൊളി. ഒരാളിങ്ങനെ പോകാൻ വേണ്ടി വെമ്പലുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ, പോകാൻ വേണ്ടി വെമ്പലുകൊണ്ട് നിൽക്കണം അദ്ദേഹത്തിനങ്ങ് പോയാൽ മതി. അദ്ദേഹത്തിന് ഇരിക്കാനേ വയ്യ, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോയാൽ മതി. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കടി കൊടുത്തു എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് എനിക്ക് തോന്നുന്നു ഒരു വയ്യായികയുണ്ട്. ഇദ്ദേഹം പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക് അദ്ദേഹത്തെ. അടിപൊളി. ഇതാണ് നമ്മുടെ നാട്ടിൽ നാഗത്താന്മാരെന്ന് പറഞ്ഞത്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നാഗത്താന്മാരെന്ന് പറഞ്ഞാൽ ഇതാണ്, നാഗങ്ങളൊക്കെ പറഞ്ഞു. ഇതുവരെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈന്ദവാചാരപ്രകാരം നാഗങ്ങൾ സർപ്പാരാധനയൊക്കെ നടക്കുന്നത് ഇവരെ കണ്ടാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിനെ ഇപ്പോൾ ഈ പുള്ളിക്കാരനെ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വയറ്റിലായനെ ഇദ്ദേഹം. അത്രയ്ക്കേ ഉള്ളൂ. ഒരു വർഷത്തെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 11 മാസം പ്രായം വരും, അതും ഒരു 11 മാസം പ്രായം. ഈ കഴിഞ്ഞ വർഷം ചേർന്ന് മുട്ടയിട്ട് ഈ പുതിയ വർഷത്തിൽ ഇറങ്ങിയ അതിഥികൾ. അത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം. ഈ വർഷം ഇപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടേ, മുട്ടയിട്ട് വിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഒരു കുഞ്ഞുങ്ങളെ കണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേര കുഞ്ഞുങ്ങളാണ്, മുറുക്കൻ വിരിയാൻ സാധ്യത. ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി, ആദ്യത്തെ ചേർന്ന് മുട്ട വിരിഞ്ഞൊക്കെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു. ഇതിപ്പോൾ കാണിച്ചത് ചിരട്ടയ്ക്കകത്തൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മുട്ട വിരിയുന്ന സമയത്ത് ഇവിടെ നമ്മൾ തറയിലൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ചിരട്ടയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ, ധൈര്യമായിട്ട് ഇവർക്ക് ഇതിനകത്തോടെ കയറി ഇവിടെ ഇരിക്കാൻ പറ്റും. കുഞ്ഞ് വിരിയുന്ന സമയത്ത് അറിയാമല്ലോ, കുഞ്ഞ് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഗ്യാപ്പുകളുണ്ടാവണ്ട, ഈ ഗ്യാപ്പ് വഴിയൊക്കെ അതിനകത്ത് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ചേട്ടയ്ക്കകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ തല അങ്ങനെ കയറി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവർക്ക് കണ്ടോ ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയതാ കണ്ടോ, ഒരു ചിരട്ടയ്ക്കകത്തിരിക്കാം. ഇതറിയത്തില്ല, കണ്ടോ ചെറിയ കുഞ്ഞാണ്. ഇതിപ്പോൾ ഇത്രയും വലിയ കുഞ്ഞ് അതിനകത്തിരുന്നു, അറിയത്തില്ല. ഇപ്പോൾ അതിന് പോലും ഒരു വലിയ ചിരട്ടയ്ക്ക് ഇതിനകത്തിരിക്കാൻ പറ്റും. അത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് ചുരുണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പാമ്പിനെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സഞ്ചിയോ വലിയ ചാക്കോ ഒന്നും കൊണ്ടിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ എത്രത്തോളം വലിപ്പമുണ്ടോ അത്രയും മൂലയ്ക്ക് ഒന്നതങ്ങ് ഒതുങ്ങിയിരിക്കും, ഇത്രയേ ഉള്ളുണ്ടോ. അപ്പോൾ അറിയാതെ ഇപ്പോൾ കുഞ്ഞു വരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കെട്ടി വന്നിരിക്കും, നമ്മൾ അറിയാതെ ചെന്നെടുക്കുമ്പോൾ കടിയിട്ടാം. കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും മരണം സംഭവിച്ചില്ല എങ്കിലും മെഡിസിൻ എടുക്കേണ്ടി വരും. കൊച്ചു കുഞ്ഞൊക്കെ ചിലപ്പോൾ ചിലരെ കടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് പ്രത്യൗഷധങ്ങളായി മാറി അറിയുന്നില്ല. ചെറിയ കുഞ്ഞിൻ്റെ പല്ലൊക്കെ ചെറിയ ഉറപ്പില്ലാത്ത പല്ലായിരിക്കാം, ചെറിയ സ്കിന്നിൽ കടിക്കുമ്പം ചെറിയ വനമേ പോകുന്നുള്ളൂ, അതുവരെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ നാട്ടിൽ വാർത്തകളല്ല. പാമ്പ് കടി ഏൽക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്, മരണവും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം മാത്രം 18 മരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ വർഷത്തെയും വിവരാവകാശങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. 100-ൽ മരണങ്ങൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്, പാമ്പ് കടിയേറ്റ് മരണം നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഏകദേശം സൈസ് വലുതാണ്, ചെറിയ സൈസല്ല, നല്ല സൈസാണ്. ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനും വേണമെങ്കിൽ ഇതുപോലൊരു ചേട്ടയ്ക്കകത്തിരിക്കാം, ഈസി ആയിട്ടിരിക്കാൻ പറ്റും. ഇത് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായം വരുന്ന മൂർഖൻ കുഞ്ഞ്. ഇതെന്താ അല്ല, 1 വയസ്സിനടുത്ത് പ്രായം വരുന്ന മൂർഖൻ കുഞ്ഞാണ്. ചിരട്ടയ്ക്കകത്ത് എങ്ങനെയൊക്കെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളിതിനെ പരിചയപ്പെടുന്നത്. അല്ലാതെ നമ്മൾ വരിക ഓടിയെടുക്കുക പോകുക നമുക്കറിയാം. ഞാൻ സ്ഥിരം അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ക്രൂ നമ്മൾ ഒരുമിച്ചല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വരിക എടുക്കാൻ പോകുന്നു. പക്ഷേ ഇത് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ തുടങ്ങി നമ്മൾ പ്രേക്ഷകരെ ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, എങ്കിൽ മാത്രമേ നമുക്ക് കടികളുടെ എണ്ണം കൊണ്ടില്ല. പാമ്പിനെ പിടിച്ച് കുറേ നാട്ടിൽ നിന്ന് പറയാം, പാമ്പിനെ പിടിച്ച് മാറ്റി നമ്മൾ കടിയുടെ എണ്ണം ഒന്നും കുറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആൾക്കാർ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അതിനുവേണ്ടിയുള്ളൊരു അവയർനെസ് നമ്മൾ തുടങ്ങി വെച്ചത്. എന്തായാലും നമുക്കതുകൊണ്ട് ഒരുപാട്
ആൾക്കാരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു, ഒരുപാട് ആൾക്കാരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. നമ്മളെ പാമ്പ് അതിഥികളെ തല്ലിക്കൊല്ലുന്നത് ഇപ്പോൾ വീണ്ടും കുറച്ച് കൂടിയിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അറിയാം, മെനിങ്ങാന്ന് ഞാനൊരു നമ്മുടെ എന്താ പറയുക ഒരു കരടി നമ്മുടെ വിതിരയിൽ കൂട്ടിലകപ്പെട്ടതിനെതിരെ ഞാൻ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഒരു കൂട് കൊണ്ട് വെച്ചിട്ട് 6 മാസമായി. അപ്പോൾ ആ കൂടിനെ ആരും വീക്ഷിക്കുന്നില്ല. അതിന് ആരോ കൊണ്ട് ചക്കപ്പഴം വെച്ച് കരടി വീണു. നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. 3 ദിവസം എനിക്ക് എൻ്റെ ഉച്ചയ്ക്ക് രാത്രി 2:30-3 മണിക്ക് കടി വീണിട്ട് 11 മണിയായിട്ടും ഞായറാഴ്ചയാണ്, ഓഫീസർമാരൊന്നും ഇല്ല. അപ്പോൾ അവരൊക്കെ എത്തണം പല സ്ഥലത്തുനിന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ എടുത്ത് ഇനി അത് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനെതിരെ ഞാൻ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ കുപ്പിങ് കേട്ടോ ഒന്ന് ബോട്ട് അത് മതി, വലുത് മതി, ഒന്ന് മതിയോ? എന്തെങ്കിലും ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, അദ്ദേഹത്തെ ഉഫിലാക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേരെയും കുപ്പിയിലേക്ക്, ഈ ചെറിയ കുപ്പി, ഈ ഒരു കുപ്പിയിൽ ആവശ്യമുള്ളൂ 2 കുഞ്ഞു നദികൾക്ക്. ഇതിന് വലിയ ചാക്ക് തഞ്ചിന്ന് എടുത്തുകൊണ്ട് എടുക്കാൻ പറ്റാത്ത 10 അടിയുള്ള ചാക്കും കൊണ്ട് കിടന്ന് പിടിക്കേണ്ടായിരുന്നില്ല. ഇതിനകത്ത് സൂപ്പറായിട്ട് രണ്ടുപേരും ഒതുങ്ങിയെങ്കിരുന്നുള്ളൂ. എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ 2 അതിഥികളെ നമുക്ക് സമ്മാനമായി കിട്ടിയത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ വണ്ടിത്തറത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോ ഓട്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം വിഷമത്തിൽ, അദ്ദേഹം ഫാമിലി വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു അവസ്ഥ കൂടി വന്നത്. അപ്പോൾ അവരെന്തായാലും പെട്ടെന്ന് തന്നെ വിളിച്ച സമയത്ത് ഞാൻ ആരോടും പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ദിവസം ചിലപ്പോൾ അവിടെയൊക്കെ നല്ല ആൾക്കാരുണ്ട്, പക്ഷേ ഇന്ന് ആരും ഇല്ലായിരുന്നു. അമ്മ വിയോഗപ്പെട്ടൊരു വിഷമത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നു. എന്തായാലും 2 അതിഥികളെ നമ്മൾ എന്തായാലും സേഫായിട്ട് കൈകാര്യം ചെയ്തു. നമ്മൾ 2 കുപ്പിയിലാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിത്തറത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടിയുടെ 2 മൂർഖ പിടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.